ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020-21 വർഷത്തെ ലിസാനുൽ ഖുർആൻ 8ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ, അതായത് പാദവാർഷിക എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കോവിഡ് ടൈമിലത്തേതായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് കുറവാണ്, പക്ഷേ 50 തന്നെയാണ് കേട്ടോ മാർക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം അഷംസു വെച്ചാൽ സൂര്യൻ. ഡാഷ് മിനൽ മഷ്രിഖ്. മഷ്രിഖ് എന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്തെ സൂര്യൻ എന്താണ് ചെയ്യുക, ഉദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഉദിക്കുന്നതിന് വരുന്നത് ഏതാണ്, അത്തലാഴത്ത് എന്ന ഈ ഒരു വേർഡാണ്. ഓക്കെ, അതുമല്ല ഞാൻ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്തലാഴത്താണ് എന്ത് ചെയ്യുക, ഇവിടേക്ക് വരിക. മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നിസാ വെച്ചാൽ സ്ത്രീകൾ ഡാഷ് ഔലാദുന്ന അനിൽ ലഅവി. അപ്പം അവിടേക്ക് ഏതാണ് വരിക, മനഅനെയാണ്. കാരണം എന്താണ്, നമ്മൾ മീനിങ് വെച്ചാണ് ഇവിടെ നോക്കുന്നത്, അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പം അന്നിസാ സ്ത്രീകൾ, ഔലാദഹുന്ന അവരുടെ കുട്ടികളെ, അനിൽ ലഅവി കളിയിൽ നിന്ന്, അവരുടെ കുട്ടികളെ സ്ത്രീകൾ എന്തിൽ നിന്നുമാണ് വിലക്കിയത്, കളിയിൽ നിന്നാണ്. അപ്പം മനഅന, അപ്പം എന്താണ് വരിക, മനഅന വിലക്കി എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അനിസ സ്ത്രീകൾ, മനഅന വിലക്കി, ഔലാദഹുന അവരുടെ കുട്ടികളെ, അനിൽ ലഅവി കളിയിൽ നിന്നും സ്ത്രീകൾ അവരുടെ കുട്ടികളെ എന്ത് ചെയ്തു, വിലക്കി എന്ന് അർത്ഥം വരും. നെക്സ്റ്റ് നോക്കാം. അത്തുല്ലാബു ഡാഷ് മിൻ സുഫൂഫിഹിം. അത്തുല്ലാബു കുട്ടികൾ, ഡാഷ് മിൻ സുഫൂഫിഹിം ക്ലാസ്സിൽ നിന്ന്, എന്താണ് വരിക, ഖറജു പുറപ്പെട്ടു. കുട്ടികൾ എന്ത് ചെയ്തു, ആ ക്ലാസ്സിൽ നിന്നും പുറപ്പെട്ടു. ഇനി നെക്സ്റ്റ് നോക്കാം. ഇമ്രഅത്താനി രണ്ട് സ്ത്രീകൾ, ഡാഷ് ഹിമാറഹുമ. ഡാഷ് ഹിമാറഹുമ എന്ന് പറയുമ്പോൾ ഏതാണ് വരിക, ലബിസത്ത ഹിമാറഹുമ എന്നാണ് വരിക. അപ്പം ലബിസത്ത എന്താണ്, ഇവിടെ എന്താണ് അർത്ഥം എന്ന് മനസ്സിലായോ. ഇമ്രഅത്താനി രണ്ട് സ്ത്രീകൾ, ലബിസത്ത ഹിമാറഹുമ അവരുടെ മക്കന എന്ത് ചെയ്തു, ധരിച്ചു. നെക്സ്റ്റ് നോക്കാം. യാ അഖവയ്യ ഹൽ ഫിൽ ഇംതിഹാനിൽ അഷ്ഹരി. അപ്പം അവിടെ എന്താണ് വരിക, നമ്മൾ യാ അഹവ എന്നാണ് അല്ലേ. അപ്പോൾ രണ്ടാൾക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചധികം ആൾക്കാരില്ലേ, അപ്പോൾ അവിടെ എന്താണ് നജജ്തുമ എന്നാണ് കേട്ടോ വരിക, നജജ്തുമ. ഇനി അടുത്ത എന്താണ്, യാ ബിൻതി ഹൽ ഡാഷ് ഉമ്മിക്ക്. അപ്പം അവിടെ എന്താണ്, നീ നിൻ്റെ ഉമ്മയെ കണ്ടോ എന്നല്ലേ ചോദിക്കേണ്ടത്, നെലറ നോക്കിയല്ലേ. അപ്പം നീ നിൻ്റെ ഉമ്മയെ നോക്കിയോ എന്നാണല്ലേ വരിക. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഇത്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹൽ കറഅത്തും, നുതമ്മിമു പൂരിപ്പിക്കാനാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, കറഅത്തും, നലർത്തി, സഹബ്തുമാ, കുല്ലുഹ ഫിഅലുൻ മാദി മഅറൂഫുൻ. അതായത് കറഅത്തും, നലർത്തി, സഹബ്തുമാ ഇതൊക്കെ എന്താണ്, ഫിഅലുൽ മാദിൻ മഅറൂഫുൻ മുസ്ബത്തുൻ. ഇവിടെ ഉള്ള ഈ ഒരു സ്പേസിൽ എഴുതേണ്ടി വെച്ചാൽ മുസ്ബത്തുൻ എന്നാണ് കേട്ടോ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇസാ സുക്കിറൽ ഫിഅലു മഅൽ ഫിഅലി യുസമ്മ. അതായത് ഫിഅലിൻ്റെ കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ അതെന്താണ് മഅറൂഫാണ്. ഇവിടെ വരിക എന്താണ്, മഅറൂഫ്. ഈ ഡാഷ് ഇട്ടെടുത്ത് മഅറൂഫാണ് കേട്ടോ വരിക. നെക്സ്റ്റ് നോക്കാം. അൽ ഫിഅലുൽ മാദി മുസ്ബത്ത്. ഫിഅലുൽ മാദി മുസ്ബത്ത് എന്താണ്, ഫിഅലുൻ യദുല്ലു അലാ വുഖൂഇ അംദിൻ ഫി സമാനി മാദി. ഇവിടെ വരിക എന്താണ്, ഈ ഡാഷ് ഇട്ടെടുത്ത് ഫി സമാനിൽ മാദി. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ, സെക്കൻഡ് ചാപ്റ്ററിലാന്ന് തോന്നുന്നു 23ാമത്തെ ആൻസർ വരുന്നത്. അൽ ഫിഅലുൽ മാദി മുസ്ബത്ത് ഫിഅലുൻ യദുല്ലു അലാ വുഖൂഇ അംദിൻ ഫി സമാനി മാദി എന്നാണ് കേട്ടോ ഇവിടെ വരിക. നെക്സ്റ്റ് നോക്കാം. അൽ ഹർഫ് ഇല്ലേ, അതെന്താണ്, ഹർഫ് എന്താണെന്നാണ് ഇവിടെ കൊടുത്തത്. ലഫ്ലുൻ ലൈസ ലഹു മഅനൻ. ഇവിടെ എന്താണ് എഴുതേണ്ടത് എന്താണ് മഅനൻ ഇല്ലാ മഅ ഗൈരി. അതും നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ.
ഇനി നോക്കാം. നുബയ്യിനു ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ നുബയ്യിൻ, അതായത് എന്താണ് അവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഫ്സുൻ ലഹു മഅനൻ മുസ്തഖില്ലുൻ വലാ യദുല്ലു അലാ സമാനിൻ, ഒരു കാലത്തിൻ്റെയും മേൽ അറിയിക്കാത്ത സ്വതന്ത്രമായൊരു അർത്ഥമുള്ള ഒരു ലഫ്ലാണ് എന്ത്? ഇസ്മ. അപ്പോൾ അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ കേട്ടോ. നെക്സ്റ്റ് നോക്കാം. കലാമു ഫിൽ ലുഗത്തിൽ അറബിയ, കലാമു അറബി ഭാഷയിലെ കലാം എന്ന് വെച്ചാൽ എന്താണ്? കലാമു ഫിൽ ലുഗത്തിൽ അറബിയ ഹുവ ലഫ്ദുൻ മുഫീദുൻ ഫായിദത്തൻ യഹ്സുനു സുകൂത്തു അലൈഹ. അപ്പം അത്ര എഴുതിയ എന്തായി? ഇവിടത്തെയും ആൻസറായി. അത് രണ്ടും ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ, കാരണം ഇത് കോവിഡ് ടൈമിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം നിങ്ങൾ അതുപോലെ നെക്സ്റ്റ് 2019 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയുക. അതുപോലെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്നും പറയാം. ഓക്കെ, താങ്ക് യു.